മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നതാണ് ആ കരിമണലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലുണ്ടായ കാര്യം. ഇവിടെ നാടിൻ്റെ പ്രകൃതി സമ്പത്ത് കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങൾ ഈ ഗവൺമെൻറ് കീഴിൽ തുടക്കം മുതലേ സജീവമാക്കുക. ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ധവളപത്രം മുതൽ ആ നില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള സർക്കാരിൻ്റെ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി സഭയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന നിലയാണ് എടുത്തത്. മിനറൽ സെക്ടറിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തം തീരുമാനിച്ചു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം കഴിഞ്ഞ LDF സർക്കാരിനെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് യാഥാർത്ഥ്യം? അത് നാം വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇവിടെ 2026 ഫെബ്രുവരിയിലാണ് LDF സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രം ചവറ KMML ചേർന്ന് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം KMML, കെൽട്രോൺ, NFTDC, അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ രൂപീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് 100 കോടി രൂപയും നീക്കിവെച്ചു. ഇതെല്ലാം പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുഴുവൻ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്താണ് പുതിയ ബജറ്റിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാതിരുന്നത്? ഈ പൊതുമേഖലയെ ഊന്നിക്കൊണ്ട് LDF സർക്കാർ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതേ രീതിയിൽ പറയാൻ പറ്റാതിരിക്കുന്നു? എന്താണ് അത് ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് യാദൃശ്ചികമാണെന്ന് കാണണ്ട, അത് കരുതലോടെയുള്ളൊരു നീക്കമാണ്. ആ നീക്കം മറച്ചു വെക്കാനാണ് ഇവിടെ സ്വകാര്യ നിക്ഷേപത്തിന് LDF സർക്കാർ തയ്യാറായി എന്ന വിദണ്ഡവാദം മുന്നോട്ട് വെക്കുന്നത്.